ഇത്തവണ റിപ്പബ്ലിക് ദിന പരേഡിലെ ഏറ്റവും വലിയ സവിശേഷത നമുക്ക് നാരീ ശക്തിയുടെ ഒരു തിളക്കം കാണാൻ കഴിയുമെന്നാണ്. എയർഫോഴ്സ് സംഘത്തിലുള്ളത് 48 വനിതകളാണ്, വനിതാ അഗ്നിവീറുകളാണ്. അവരുടെ ഒരുക്കങ്ങളുടെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. കുറച്ച് ദൃശ്യങ്ങളിലേക്ക്. गर्व की बात है कि इस गणतंत्र दिवस पर मैं C-17 ग्लोब मास्टर के फ्लाई पास्ट का हिस्सा हूं। पिछले एक दशक में नंबर 81 स्क्वाड्रन ने अपने आदर्श वाक्य सक्षम सबल सर्वत्र पर खरा उतरकर भारतीय वायुसेना का नाम न कि केवल देश पर विदेश में भी ऊंचा किया है। जय हिंद। 75वें गणतंत्र दिवस की आप सभी देशवासियों को हार्दिक शुभकामनाएं। यह दिन हम सभी भारतवासियों के लिए एक गर्व का दिन है और भारतीय वायुसेना अपनी देश की सुरक्षा और देशवासियों की सेवा के लिए सदैव तत्पर रहती है। इस ऐतिहासिक दिन पर फ्लाई पास्ट में शामिल होने पर मैं अपने आप को गौरवान्वित महसूस कर रही हूँ। जय हिंद। വിവരങ്ങൾ അർജുൻ പീതാംബരൻ നൽകും ഡൽഹിയിൽ നിന്ന്. അർജുൻ, ഈ വലിയ ഒഴിപ്പിക്കൽ സമയത്തൊക്കെ ഗ്ലോബ് മാസ്റ്ററിനെ നമ്മൾ കാണാറുണ്ട്. അത് വലിയൊരു അഭിമാന സംഭവം കൂടിയാണ് നമ്മളെ സംബന്ധിച്ച്. അതിനെയൊക്കെ പറപ്പിക്കുന്നത് നാരി ശക്തിയാണ്. അത് അഗ്നിവീറുകൾ, നമുക്കറിയാം അഗ്നിവീർ വന്ന സമയത്തുള്ള ചില കോലാഹലങ്ങളൊക്കെ അറിയാം. പക്ഷെ അതിൽപ്പെട്ട വനിതാ പൈലറ്റുമാരടക്കം ഈ രംഗത്തേക്ക് വരുന്നു. ആരൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് അവരുടെ സാന്നിധ്യം ഇത്തവണ നമുക്ക് കാണാൻ കഴിയുക? ദിവിഷ, രാജ്യം ഒന്നടങ്കം കാത്തിരിക്കുകയാണ് ഈ റിപ്പബ്ലിക് ഡേ പരേഡിന് വേണ്ടി. രാജ്യത്തെ ഏറ്റവും വലിയ പരേഡ്. അതിൽ വായുസേനയെ സംബന്ധിച്ചിടത്തോളം ഫ്ലൈ പാസ്റ്റുമുണ്ട്, മാർച്ച് പാസ്റ്റുമുണ്ട്. വിമാനം പറത്താൻ തന്നെയായിട്ട് 15 വനിതകളാണ് നിലവിലുള്ളത്. അതിൽ തന്നെ 51 വിമാനങ്ങളാണ് ഇത്തവണ റിപ്പബ്ലിക് ഡേ പരേഡിലുള്ളത്. അതിൽ വലിയൊരു ഭാഗം യുദ്ധവിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ, 11 ഹെലികോപ്റ്ററുകളുണ്ട്. അതുപോലെ തന്നെ ഒരു പൈതൃക വിമാനം ഉൾപ്പെടെ 51 വിമാനങ്ങൾ പറക്കും. അതിൽ 15 വിമാനങ്ങൾ പറത്തുന്നത് വനിതകളാണ്. കൂടാതെ അഗ്നിവീർ വായു സേനയിലുള്ള 48 വനിതകൾ, അതിൽ മേജർ സന്ധ്യ നേതൃത്വം വഹിക്കുന്നു. എന്തായാലും വനിതകൾക്ക് വലിയ രീതിയിലുള്ള ഒരു പ്രാതിനിധ്യം ഇത്തവണത്തെ റിപ്പബ്ലിക് ഡേയിൽ നൽകുന്നുണ്ട്. മാത്രമല്ല ഈ 144 പേരടങ്ങുന്ന മാർച്ച് പാസ്റ്റിന്റെ ഒരു സ്ക്വാഡ്രൺ ഉണ്ട്. ആ സംഘത്തിനും നേതൃത്വം നൽകുന്ന വനിതകളാണ്. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്വാഡ്രൺ ലീഡർ സുമിത യാദവ്, രശ്മി താക്കൂർ, പ്രതിതി ആലുവാലിയ, ലഫ്റ്റനന്റ് കീർത്തി റോഹിൽ എന്നീ പറയുന്ന 4 പേരാണ് ആ ഒരു മാർച്ച് പാസ്റ്റ് സംഘത്തിന് പോലും നേതൃത്വം നൽകുന്നത്. ഈ നാവികസേനയും കരസേനയും വ്യോമസേനയും ഒന്നിച്ചുകൊണ്ടുള്ള മാർച്ച് പാസ്റ്റ്, അതിൽ നിരവധി അഭ്യാസങ്ങൾ കാണാനാവും. എല്ലാ വർഷവും നമ്മൾ ഭാരതീയർ ഒരുമിച്ച് കാത്തിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഈ മാർച്ച് പാസ്റ്റ് റെജിമെന്റ് ആണെങ്കിൽ പോലും അതിൽ പങ്കെടുക്കുന്നതിൽ പകുതിക്ക് മുകളിൽ കരസേനയാണ്. തീർച്ചയായിട്ടും CISFന്റെയും CRPFന്റെയും BSFന്റെയും എല്ലാം സംഘങ്ങൾ, എല്ലാം റെജിമെന്റുകൾ ഈ ബൈക്ക് അഭ്യാസവും എല്ലാമായിട്ട് തന്നെ രംഗത്തുണ്ട്. അതുകൂടാതെ 12 സംസ്ഥാനങ്ങളുടെയും ഈ യൂണിയൻ ടെറിട്ടറികളുടെയും എല്ലാം തന്നെ നിശ്ചല ദൃശ്യങ്ങൾ പ്രദർശിപ്പിക്കും. അങ്ങനെ പൈതൃകവും നമ്മുടെ സംസ്കാരവും അതുപോലെ കരുത്തും എല്ലാം പുറത്ത് കാണിച്ചുകൊണ്ടുള്ള ഒരു ഗംഭീര മാർച്ച് പാസ്റ്റ് പരേഡ് തന്നെയായിരിക്കും. പ്രത്യേകിച്ചും ഫ്രാൻസിൽ നിന്നാണ്, ഫ്രാൻസ് പ്രസിഡന്റാണ് ഇത്തവണ അതിഥിയായിട്ട് എത്തുന്നത്. ഇവിടെ വിജയ് ചൗക്കിൽ വെച്ച് 2 പാർലമെന്റ് സമുച്ചയങ്ങൾ തുടങ്ങുന്ന അല്ലെങ്കിൽ നിൽക്കുന്ന വിജയ് ചൗക്കിൽ വെച്ച് അവിടെ നിന്ന് ഇന്ത്യ ഗേറ്റിലേക്കും പിന്നീട് റെഡ് ഫോർട്ടിലേക്കും പോകുന്ന മാർച്ച് പാസ്റ്റ് ഏകദേശം 2-2.5 മണിക്കൂർ നീണ്ടു നിൽക്കും ആ ഒരു പരേഡ് പൂർണ്ണമായിട്ടും അവസാനിക്കുക എന്ന് പറയുന്നത്. അത് ഒരുപാട് അഭിമാനം ഉണ്ടാക്കുന്നു. അതിൽ തന്നെ വനിതാ പ്രാതിനിധ്യം ഇത്രത്തോളം എല്ലാ സേനകളും തന്നെ വലിയ തോതിൽ കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ നാരീശക്തി പ്രകടനം അത് കൂടുതൽ ആളുകൾക്ക് സേനയുടെ ഭാഗമാകാനുള്ള ഒരു പ്രചോദനമായി മാറുകയും